ഇന്ന് ദേ ഇവിടെ എല്ലാം ഭയങ്കര അലങ്കാരമൊക്കെ ആയിട്ട് ഇട്ടേക്കുവാണ്. തങ്കയങ്കി വരുന്നതിൻ്റെ ഒരുക്കങ്ങളായിരുന്നേ. എനിക്കിത് കാണാൻ പറ്റിയില്ല കേട്ടോ, കാരണം എനിക്ക് ജോലിക്ക് പോകണമായിരുന്നല്ലോ. മോനുകുട്ടനും ജാനിക്കുട്ടിയും കുഞ്ഞോനും കുക്കു എല്ലാവരുടെ പോയേക്കുമായിരുന്നു. രാവിലെ മോനുകുട്ടൻ ഡാൻസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് കുക്കു വിളിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോയി. അവർ പിന്നെ 2 മണിക്കായിരുന്നു ഇത് വന്നത്. അപ്പോൾ പോയി കണ്ടു. അപ്പോൾ കുക്കു എടുത്ത വീഡിയോസാണ് കേട്ടോ. ഞാനിത് എൻ്റെ പ്രിയങ്ങൾക്ക് കാണാമെന്ന് വിചാരിച്ച് അപ്ലോഡ് ചെയ്യുകയാണ്. മ്യൂസിക്കൊന്നും ഇടുന്നില്ല, കോപ്പിറൈറ്റ് വരും. അപ്പോൾ വൈകിട്ട് ജോലി കഴിഞ്ഞിറങ്ങി കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് പോവാം കേട്ടോ. വൈകിട്ടത്തേക്ക് കൊച്ചോളും മാമിയും ചിപ്പിയൊക്കെ വരുവേ. ചിപ്പി ഡ്യൂട്ടിക്ക് പോയേക്കുക. അവൾ അവിടുന്ന് അങ്ങോട്ട് വീട്ടിലോട്ട് വരും. അപ്പോൾ വൈകിട്ട് ഇനി മോനുകുട്ടനെ വിളിക്കാനായിട്ട് ഞാൻ അവിടെ വരെ പോകണം. പിന്നെ ജാനിക്കുട്ടിക്കും കുഞ്ഞോനും കേക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ വൈകുന്നേരം ചെന്നിട്ട് വേണം. അപ്പം ഞാൻ വൈകിട്ട് അവിടോട്ട് പോവാം കേട്ടോ. എന്തുവാ ഉറങ്ങുമായിരുന്നോ? ഉറങ്ങിയൊന്നുമില്ല. ആ ഗുളികയുടെ ആമി പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശന്ന് ഭ്രാന്തി കയറിയിരിക്കും, അതുകൊണ്ട് നീ രക്ഷ. 2 ഗ്ലാസ് എടുത്തോണ്ട് വന്നിയാ. ഇതെന്തോ എവിടെ നടാന്? അവിടെ എല്ലാം ഞാൻ ഓടിച്ചു കളഞ്ഞു. മൂത്ത മോൾക്ക് അവിടുത്തെ സാധനം നാളെ ഒരാൾ വരും. പോയിട്ട് വരാം. ഞാൻ മോനുകുട്ടനോട് പള്ളിയിലോട്ട് വന്ന കേട്ടോ. ഇന്ന് വെളുപ്പിനെ 3:30-ക്കാണ് ക്രിസ്തുമസ് ശുശ്രൂഷ. ആ സമയത്ത് എനിക്ക് മോനുകുട്ടനോട് വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾ ഇന്നത്തെ തീജ്വാല ശുശ്രൂഷയിലാണ്. പെസഹ വ്യാഴാഴ്ച നമുക്ക് കിട്ടുന്ന കുരുത്തോലയൊക്കെ സമർപ്പിക്കേണ്ടത്. അത് എല്ലാവരും ഈ ദിവസമാണ് ഇവിടെ കൊണ്ട് എത്തിക്കുന്നത്. അപ്പം ഞങ്ങളതൊക്കെ കൊണ്ട് കൊടുത്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണേ. വേണ്ട, പോവാം. നമ്മുടെ സ്ഥിരം ഒരു കടയുണ്ട്, ഞാൻ സൂപ്പർ കടലക്കറി കിട്ടുമെന്നൊക്കെ പറഞ്ഞില്ലേ. ആ കടയിൽ കയറി പൊറോട്ടയൊക്കെ വാങ്ങിക്കാൻ കുറച്ച് വെയിറ്റ് ചെയ്യണം. അന്നേരം റെഡിയാക്കി തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും മോനുകുട്ടനോട് അങ്ങോട്ട് പോയപ്പോൾ പറഞ്ഞിരുന്നു ഇവിടെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം കൂടി തിരിച്ച് വന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നേ. മോനുകുട്ടൻ അവിടെ പൊറോട്ട അടിക്കുന്നതൊക്കെ പോയി നോക്കി നിൽക്കുക. അമ്മ എന്തെങ്കിലും പറ. വൈകിട്ടത്തെ പരവേശം അല്ല, അതങ്ങനെ ചെയ്തിട്ട് കൊള്ളത്തില്ല, നമുക്കല്ലാതെ എടുക്കാം. വൈകിട്ടത്തെ പരവേശമായിരുന്നു. എന്താ ഉത്രാടപ്പാച്ചിൽ കേട്ടിട്ടില്ല, അതുപോലെ ക്രിസ്മസ് പാച്ചിലായിരുന്നു. ചിക്കൻ മാമി വന്നപ്പോ ഇതെന്തോ എല്ലാം തലക്കൊരു ഇവിടെ കൊച്ചോള് വന്നു, ചിപ്പി വന്നു. ചിപ്പിക്ക് ഡ്യൂട്ടിയാ നാളെ, അതുകൊണ്ട് ഇന്ന് അവൾക്ക് വല്ലതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കണമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. എൻ്റെ സമയക്കുറവ് കൊണ്ട് ഞാനിങ്ങനെ എനിക്ക് വല്ലാത്തൊരു മനപ്രയാസം. ഇതൊക്കെ അവര് കൊണ്ടുവന്നതാണ്. മുറുക്ക്, പിന്നെ കേക്ക്. പിന്നെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കയറി. എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ ഹാപ്പി മാർട്ടിന്റെ വക ഒരു കേക്ക് കിട്ടി. പിന്നെ പുട്ടുപൊടി, മീറ്റ് മസാല ഒക്കെ വാങ്ങിച്ചു. പിന്നെ ഒരു പായസം കൂടെ ഉണ്ടായിരുന്നല്ലോ. എന്ത് ബീഫ്
ഞാൻ ഈ വലിയ കാര്യമായിരിക്കും കേട്ടോ പോലെ. വലിയ സന്തോഷം. ബീഫ് മേടിച്ചു, ചിക്കൻ മേടിച്ചു. ഞാന് രാത്രിയിലത്തേക്ക് ഇമ്മണി ചോറ് ഇരിപ്പുണ്ട്. വന്ന് ചോറ് വെക്കണം, മോര് കറി വെക്കണം, ചിക്കൻ കൊണ്ടുവന്ന് ഇച്ചിരി വറുത്ത് വെക്കണം അവള് വരുമ്പോഴത്തേക്ക് എന്നൊക്കെ വിചാരിച്ചതൊന്നും നടന്നില്ല. അതുകൊണ്ട് ഞാൻ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ സ്പെഷ്യൽ കടല കിട്ടുന്ന കടയായിരുന്നു, പക്ഷെ ഇന്ന് ക്രിസ്മസിന്റെ തിരക്കായതുകൊണ്ട് സ്പെഷ്യൽ കടല ഇല്ലായിരുന്നു. നമ്മള് ഇത് വാങ്ങിച്ചിട്ടുണ്ട്, ടൊമാറ്റോ റോസ്റ്റ് കേട്ടോ. അതും നല്ല സൂപ്പറാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ വറക്കാം. അത് ഞാൻ ഇച്ചിരി മസാലയൊക്കെ പറ്റി പെട്ടെന്ന് എടുക്കട്ടെ. വലിയ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രസന്ന ചേച്ചി, അടൂരെ പ്രസന്ന ചേച്ചി കേക്ക്, പിന്നെ കുറെ സ്വീറ്റ്സ്, കുറെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ചേച്ചി ആള് വഴി കൊടുത്തു വിട്ടു. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരോടെല്ലാം ഇനിയും പറയുവാണ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അമ്മക്കിളിയുടെ വക കേട്ടോ, അമ്മക്കിളിയുടെ ഫാമിലിയിലുള്ള എല്ലാവരുടെയും വക. ഒരു പാത്രത്തിലിട്ട് അരി വെള്ളത്തിലിട്ട് അരച്ചു വെച്ചേക്കാവുന്ന അമ്മ പറഞ്ഞത് കൊണ്ട് പിന്നെ ആ ഒരു ജോലി ഇല്ലായിരുന്നു. അല്ലെ ഇനി വന്നു കിടന്ന് അതും റെഡിയാക്കേണ്ടി വന്നേന്. അപ്പൊ അരിയൊക്കെ അരച്ചു വെച്ചേക്കും. നാളെ അപ്പവും ചിക്കൻ കറിയും ബീഫ് റോസ്റ്റും ആണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. ദൈവം നടത്തിയാൽ ഓക്കെ. കൈ മുറിക്കല്ലേ. കേക്കിന്റെ ഒക്കെ ബഹളം. അയ്യോ പായസം കുടിച്ചില്ല. പായസം പാലക്കാട്ടെ ലക്ഷ്മി ചേച്ചി കേക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഞങ്ങള് പിന്നെ മാലയും കൊടുത്തിട്ട് ഇവിടെ വന്ന് വീട്ടിൽ വന്നിട്ട് പിന്നെ അമ്മയും കൂടെ വന്നിട്ട് കാണാൻ വേണ്ടി അതൊരു പായസം ഇഷ്ടംപോലെ പായസമാണ്. വരുന്ന വണ്ടിക്കാർക്കെല്ലാം കൊടുക്കും. നമുക്ക് കോൺഫ്ലോർ ഇട്ട് വറുത്ത് വേണമെന്നാണ്. അതാണോ ചേച്ചി? കോൺഫ്ലവർ എവിടെ കിട്ടും ചേച്ചി? സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടും. ഒന്നിനും സമ്മതിക്കത്തില്ല. ചിക്കൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് ഇതല്ലായിരുന്നു കഴിയണ്ടേ? അതും കഴിയും. കഴിഞ്ഞ ദിവസം ഞാൻ ചേച്ചിക്ക് എല്ലാം ചെയ്തു തന്നില്ലേ ചേച്ചി? പറഞ്ഞേ, അങ്ങോട്ട് പറഞ്ഞേ. ചേച്ചി 700 വേണോ? 700 ബീഫ് മുറിച്ചേക്ക് വന്ന് മുറിച്ചതാണോ? മുറിച്ച അത് നോക്കിയോ നീ? എനിക്ക് ഇരിക്കാൻ സ്ഥലമില്ല. നാളത്തേക്കുള്ള ഉള്ളിയൊക്കെ പൊളിക്കുക രണ്ടുപേരും കൂടെ കേട്ടോ. മോനിക്കുട്ടനും മാമിയും കൂടെ. വിളിച്ചിട്ടൊക്കെ വന്നതേ ഉള്ളൂ. ഇന്ന് പ്രാർത്ഥനയൊന്നും നടന്നില്ല. ഇനി നമ്മള് ചിക്കൻ വറക്കാൻ പോവാണ്. എന്റെ ചിപ്പിക്കൊച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് വയറ് വിശന്ന് കാറിയാ വന്നത്. പാവം. വീട്ടിലോട്ട് വരുന്നതേ ഓടി വരുമ്പോഴേ ചോറ് വിളമ്പി വെക്കും മാമി. ഇവിടെ ആയതുകൊണ്ട് മാത്രം മിണ്ടാതിരിക്കും, സകലതും സഹിച്ചിരിക്കും. മറ്റേ ഞാൻ പറഞ്ഞു ചിപ്പി വിശന്നിരിക്കും, എന്റെ കൊച്ചിന് വിശക്കുന്നു, ഞാൻ വല്ലതും കൊടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ഒരുത്തി വിടുന്നു കുശുമ്പ് കൂട്ടും. ഞാൻ വന്നപ്പോ എന്നെ ദോശ തന്ന് പറ്റിച്ചു. മോള് വന്നപ്പോ ഇപ്പൊ എന്തോ ഒരു പരവേശമാണ്. പാകത്തെ കയറി ഇരിക്കുവോ? ചേച്ചി കുളിക്കാൻ കയറുമ്പോഴേ എന്താ പറയാന്, ഞാൻ ഇതിനൊക്കെ ഞാൻ അങ്ങനെ ഇങ്ങനെ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമുണ്ടോ?
അപ്പോഴേ അമ്മയ്ക്ക് അത്താഴത്തിന് ചോറൊന്നും ഇരിപ്പില്ല. അപ്പോൾ 2-3 പൊറോട്ടയും തക്കാളി റോസ്റ്റും ചിക്കൻ ആദ്യം തന്നെ വറുത്തെടുത്തത് അതുകൂടി ചേർത്ത് അമ്മയ്ക്ക് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. അവരതും കൊണ്ട് അങ്ങോട്ട് പോവാണേ. ചേച്ചിയുടെ കൂടെ ചെല്ല്. ഈ സൈഡിലത്തെ ലൈറ്റ് അങ്ങ് നിർത്താം. ഈ സൈഡിലത്തെ ലൈറ്റ് അങ്ങ് നിർത്താക്കളെ. ഇവിടെ പോയിട്ട് ഞാനൊരു പൊരി പൊടി ഇത് വെള്ളിയാണോ മോനെ? വെള്ളിയാണ്. എടുക്കണം. സ്ത്രീകളെ നാരങ്ങ മുറിക്കുന്നത് എങ്ങനെ? നമ്മളൊക്കെ നാരങ്ങ മുറിക്കുന്നത് എങ്ങനെ? ഇത് ഒരു നാരങ്ങ ഒരാൾ മുറിച്ച് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ആ നാരങ്ങ മുറിക്കുന്നത്. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് നാരങ്ങ മുറിക്കുന്നത്. ഇതിലേതാ ഏതാ ശരി? മണ്ടൂസ്. മണ്ടൂസ് നാളത്തെ ഇതില് വരുവില്ലേ? മണ്ടൂസ് ആണ്. മണ്ടൂസ് വെടിക്കണ്ട. കാണാവോ? കാണാവോ? ഒരു മിനിറ്റ് ചാടി കയറിയപ്പോഴേ വണ്ടിയുടെ ബാക്കിലോട്ട് കയറി ഹെൽമെറ്റും കൊണ്ട് ചേച്ചിട്ട് തലക്ക് എന്നെ എത്ര ഇടി ഇടിച്ചെന്നറിയാമോ ഈ ഹെൽമെറ്റ് വെച്ച്? നമ്മുടെ ചിക്കൻ ഫ്രൈ എല്ലാം റെഡി ആയിരിക്കുക. അരങ്ങയൊക്കെ എടുത്തു പോയി. അമ്മ ചേച്ചി മുറിക്കാനാണോ? മാമി ഉറങ്ങുമായിരുന്നു. പട്ടത്തിൽ ചുമ്മാ വിളിക്കുക എല്ലാം ചെയ്തു. ചാർപ്പത്തില്ല. നാളെ അപ്പം ഉണ്ടാക്കുമ്പോ അറിയും. അതാ ഞാൻ നോക്കിയപ്പോ ഞാനും ഇച്ചിരി ചേർക്കും. അല്ലെങ്കിൽ പൊറോട്ട, പിന്നെ ചിക്കൻ ഫ്രൈ, പിന്നെ അവിടുന്ന് നമ്മൾ മേടിച്ച തക്കാളി റോസ്റ്റ് ഉണ്ട്. സൂപ്പർ ആട്ടോ. കടലക്കറിയുടെ ഞാൻ കാര്യം പറയത്തില്ല, കടല റോസ്റ്റിന്റെ കാര്യം. അതുപോലെ സൂപ്പർ ടേസ്റ്റ് ആണ് അതിന്. ഇന്ന് നമുക്ക് നമ്മുടെ ചിപ്പിക്കൊച്ച് നാളെ ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ടാണ് ഇന്ന് നമുക്ക് വറുത്ത് കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത്. കഴിക്കാം. തിന്നക്കിരുന്ന് എല്ലാവർക്കും വട്ടം കൂടിയിരുന്ന് കഴിക്കും. ഈ ഇരിക്കുന്ന കൂട്ടാനൊക്കെ എടുക്കും. ഞാൻ മാമി എടുത്തു. മാമി എടുത്തു. ഇതൊക്കെ ഒന്ന് കറികളൊക്കെ കുറവാണ്. നമുക്ക് നാളെ എല്ലാവർക്കും വയറ് നിറഞ്ഞു. ചിപ്പി മോളെ തക്കാളി റോസ്റ്റും ചിക്കൻ വറുത്തതും പൊറോട്ടയും നമ്മുടെ KFC 2 പീസ് ഉണ്ട്. അത് കൊടുത്തു. എല്ലാവരും കഴിക്കാനിരുന്ന പ്രിയങ്ങളെ എനിക്ക് ചോറ് മതി. മാമിയും ചോറാണ് ഉണ്ണുന്നത്. കുറച്ച് പയറ് മെഴുക്ക് പുരട്ടിയും മോരുകറിയും പിന്നെ നാരങ്ങ അച്ചാറും നമ്മളിന്ന് വാങ്ങിച്ച തക്കാളി റോസ്റ്റ് ചോറുണ്ണാനും സൂപ്പറാട്ടോ. പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈയും. അപ്പോൾ ഇതാണ് ഇന്നത്തെ അത്താഴം. പിന്നെ ഷോർട്ട് വീഡിയോസിലൊക്കെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ക്രിസ്തുമസ് ആശംസകളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കത്തിനും നിങ്ങളെല്ലാവരും സ്നേഹത്തോടെ തിരിച്ചും ആശംസകൾ അറിയിച്ചു. ഒരുപാട് സ്നേഹം. പിന്നെ ഇന്നത്തെ ക്രിസ്തുമസ് ദിവസത്തെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ജോലിയും തിരക്കും ഒക്കെ ആയിരുന്നു. കുറേശ്ശെ ആയിട്ട് എൻ്റെ പ്രിയങ്ങളിലേക്ക് വിശേഷങ്ങളൊക്കെ എത്തിക്കാട്ടോ. അപ്പോൾ എല്ലാവരുടെയും ക്രിസ്തുമസ് സന്തോഷപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ.
കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.